സ്റ്റെപ്പ് ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ താഴേക്ക് ഇറങ്ങി ഇവിടെ ഈ സ്റ്റെപ്പിൽ നിന്നാൽ മതിയെ, ഈ സ്റ്റെപ്പിൽ നിന്നാൽ മതി. വണ്ടി വന്നേ നിങ്ങൾ മാറി ഇവിടെ വണ്ടി വന്നു അവിടെ നടന്നാൽ മതി. Most welcome. Thank you, sir.
നമ്മുടെ സ്വന്തം പാമ്പാനിയുടെ ആശുപത്രിയിലായിരിക്കുന്ന അഭിനയ മാർ ജോസഫ് പാമ്പാനി പിതാവെ, നമ്മുടെ അനുഭവമായ ഡോക്ടർ തോമസിനെ തൊട്ട അഭിപിതാവിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യുജ നമ്മുടെ പ്രിയങ്കരനായ തോമസ് ചേർച്ച പോസിറ്റീവ് സഭയുടെ പ്രൊവിൻഷ്യൽ നമ്മുടെ നല്ല അനുഭവമായ ബഹുമാനപ്പെട്ട തോമസ് പിടിയാഴ്ച ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സോണിയച്ചൻ പ്രസിഡ SH പ്രൊവിൻഷ്യൽ മോസിൻ്റെ പ്രമുഖമായ ഡോക്ടർ സിസ്റ്റർ CMC സഭയുടെ സുപ്പീരിയർ സുഖ മറ്റ് സഭാംഗങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഇടവചനമേ, ഇന്ന് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അഭിനയ നമ്മളെ കാണുവാനായിട്ട് വരുന്നു എന്നറിഞ്ഞ അന്ന് മുതൽ ഇവിടെയുള്ള ഓരോ വ്യക്തികളും കുട്ടികളടക്കം മുതൽ പ്രായമുള്ളവർ വരെ ഒരുക്കത്തിലായിരുന്നു, വലിയ സന്തോഷത്തിലായിരുന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ആ സന്തോഷം പങ്കുവയ്ക്കുകയും പിതാവിനെ സ്വീകരിക്കാൻ വേണ്ടി എഴുതുകയുമായിരുന്നല്ലോ. അഭിനയ പിതാവിലൂടെ പറയാൻ പ്രത്യേകമായ വിധത്തിൽ കാരണം സഭയിലെ മേഖലാക്കി തീർത്ഥാടന ദേവാലയമായി നമ്മുടെ ദേവാലയം ഉയർത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സവിശേഷമായ പിതാവ് നമ്മളോട് സ്വന്തമായിരിക്കുകയാണ്. പിതാവ് ഔദ്യോഗികമായിട്ട് മേഖലാശുപത്രിയുടെ സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഇടവകയിലേക്ക് വരുന്നത്. വലിയ സന്തോഷത്തോടുകൂടിയാണ്. ഈ സന്തോഷത്തോടെ എല്ലാവരും പങ്കുചേരുന്നു. നമ്മുടെ പ്രിയങ്കരനായ പാമ്പാനി പിതാവ് അതിലുള്ള അപേക്ഷ നിലയ്ക്ക് ഈ ചെറിയ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദിവസം മുഴുവൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. ആദ്യമായി തന്നെ പരിശുദ്ധ സർവ്വ പെരുന്നാളിൻ്റെയും ഭാരതം സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ മാതൃരാജ്യത്തിനുള്ള വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ കുടിമനുഭവം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എൻ്റെ കപ്പയിലേക്ക് കിടക്കട്ടെ. നമ്മളുടെ സർവ്വമലബാർ സഭയുടെ പ്രധാന പിതാവുമായ പിതാവ് നമുക്കൊക്കെ പ്രിയങ്കരനാണ്. പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ഒത്തിരിയേറെ വായിക്കുകയും പിതാവിൻ്റെ മനോഹരമായ പ്രസംഗങ്ങൾ നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്. യാതൊരു സംശയവുമില്ല. അഭിനയ പിതാവ് തൃശ്ശൂർ അതിലുള്ള അംഗമാണ്. അവിടെ പണ്ടുകാലം എന്ന് പറയുന്ന സ്ഥലത്താണ് പിതാവിൻ്റെ ജനനം. 1956 ഫെബ്രുവരി 23 പിതാവ് പിതാവായത്. 1980 ഡിസംബർ 23 വൈദികനായി അഭിഷിക്തനായി. 2001 ഒക്ടോബർ 10 മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. ജൂലൈ 23, 2022 മേഖല ആർച്ച് സ്ഥാനലബ്ധി ലഭിക്കുകയുണ്ടായി. നമുക്കറിയാം. തൃശ്ശൂരിൻ്റെ ഓക്സ്ഫോർഡ് 2002 പിന്നീട് 2008 സംസ്ഥാനവാദത്തോടുകൂടിയുടെ പൗരപിതാവ് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഉത്തരവാദിത്വം വേണ്ടി ഒരു പിതാവ് ഒരുക്കുകയായിരുന്നു. ഭാരതത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന ഭൂപ്രദേശത്തിൻ്റെ മെത്രാനായി അഭിഷേകം ചെയ്തതിൻ്റെയും അവർ ജോലി ചെയ്തതിൻ്റെയും വലിയ ഉൾക്കരുത്തും അനുഭവ സമ്പത്തോടുകൂടിയാണ് പിതാവ് മേഖലാശുപത്രിയുടെ ഭാവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. വ്യക്തിപരമായി കാണുന്ന കഴിവുകൾ നമുക്ക് വേണ്ടിയിട്ട് പിതാവ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. KCBCയുടെ ചെയർമാനായിട്ട്, അതുപോലെ പ്രസിഡന്റ് സർവ്വമലബാർ മേഖലാ പ്രസിഡന്റായിട്ട്, പിന്നീട് മെമ്പർ കോൺഗ്രിഗേഷൻ ഈസ്റ്റേൺ ചർച്ചസ് റോമിൽ ആസ്ഥാനമായിട്ടുള്ളത്. ഇവിടെയൊക്കെ സുദീർഘമായ അതായത് ഉന്നതമായ പദവികൾ മാത്രമാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ മെത്രാനാകുമ്പോൾ മേഖലാശുപത്രിയുള്ള ക്രമാനുഗതമായ ദൈവാനുഭവത്തോട് ചേർന്നുള്ള പിതാവിൻ്റെ വളർച്ച ദൈവം ഒരു വ്യക്തിയെ പ്രകാരം കൈപിടിച്ച് വലിയ കാര്യങ്ങൾ നടത്തുന്ന
സംഘർഷങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പിതാവ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. പിതാവിന്റെ സ്വതന്ത്രമായ ശൈലികൾ ജീവിക്കുന്ന ഉച്ചരിക്കുന്ന തമാശ പറയുന്ന ശൈലിയിലൂടെ ഇതെല്ലാം പരിഹരിച്ച് സഭയെ ശാസ്ത്രസുന്ദരമായി നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ പ്രവർത്തനം പിതാവ് തുടങ്ങിക്കഴിഞ്ഞു. ലാളിത്യത്തിന്റെ ആഗ്രഹമാണ് പിതാവ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാവപ്പെട്ടവരുടെ പത്രം പഠിക്കുന്ന ഒരു നല്ല മെത്രാനച്ചൻ, തൃശ്ശൂർക്കാരൻ മെത്രാനച്ചൻ അങ്ങനെ പറയുന്നത് പിതാവിന്റെ സംഭാഷണ ശൈലിയും എല്ലാം നമുക്ക് വളരെ സ്വീകാര്യമായതാണ്. ജീവിതത്തിന്റെ കാൽവഴികളിലൂടെ നടന്ന് ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിൽ മുതലാളികളിൽ നേതൃത്വമായി ആവശ്യമായിരിക്കുകയാണ്. സാധാരണക്കാരന്റെ ഹൃദയങ്ങളെ തൊട്ടറിയാൻ സാധിക്കുന്ന അഭ്യന്തര പിതാവിനെ കുറിച്ചുള്ള വാക്കുകളുണ്ട്. നല്ല ഇടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ പറഞ്ഞാൽ ആരുടെ നാമറിയുന്ന ഒരു നല്ല ഇടയനെ നമുക്ക് നമ്മുടെ നേതൃത്വമായ നമുക്ക് കാണുവാൻ രസകരമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് തൃശ്ശൂർക്കാരുടെ ഇപ്പോൾ സിറോമലബാർ സഭയുടെ മുഴുവൻ ലോകം മുഴുവൻ സിറോമലബാർ സഭയുടെ അറിവിനായി നിർദ്ദേശിക്കുകയാണ്. സിറോമലബാർ സഭയുടെ സ്വസ്ഥാന അച്ഛൻ നമ്മുടെ ഓരോരുത്തരെയും നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടവയ്ക്ക് നമ്മുടെ സ്വന്തമാണെന്ന് പറയാൻ പരിശീലിക്കുകയും മറ്റാരും കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടേതായ അവകാശം നമുക്കുണ്ട്. പിതാവിന്റെ ഈ വലിയ ശുശ്രൂഷയ്ക്ക് ഈ പിതാവിന്റെ മുഴുവൻ പ്രാർത്ഥനയും ആശംസകളും ഞങ്ങൾ എന്നും കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഈ ദൈവജനത്തിന്റെ ഉറപ്പും വാഗ്ദാനവും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടുകൂടി ഔദ്യോഗികളുടെ പേരിൽ സ്വീകരണമൊക്കെ കഴിഞ്ഞു. എത്രയോ കൃത്യമായ പിതാവിനെ വളരെ സ്നേഹത്തോടുകൂടിയിരിക്കുന്നു. ഓരോ കൊച്ചു കുഞ്ഞിനും ഏറ്റവും പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും പേരിൽ അവരെ വളർപ്പെടുത്തി കാണാൻ പിതാവിന്റെ പേരിൽ വികാരിച്ചെന്ന് എന്റെ പേരിലോട് എല്ലാ വൈദ്യുതികളിലേക്കുള്ള കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. അഭിനന്ദ ജോസഫ് ആഹ്ലാദ പിതാവ് നമ്മുടെ എല്ലാവരുടെയും എല്ലാവരുടെ സ്വകാര്യ അഹങ്കാരമാണ്. നമ്മുടെ പ്രശസ്തനായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും പലരും ഫ്രാൻസ് ആരെങ്കിലും ആ പ്രശ്നമുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി ആളുകൾ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത് കാണാൻ പിതാവും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഞാൻ വന്നതിന് മൂന്നാം പ്രാവശ്യം പിതാവ് ആരുടെയും പേരെടുത്ത് പിതാവ് ചോദിക്കാറുണ്ട്. അതാണ് പിതാവ് ഈ ഇടവകയുമായിട്ടുള്ള ഒരു ബന്ധം. ഒത്തിരി രസകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് വാർത്തം ഷെയർ ചെയ്യാറുണ്ട്. യൂത്തിലൂടെയൊക്കെ പ്രവർത്തിച്ച കാര്യങ്ങൾ പിതാവ് നമുക്ക് വലിയൊരു ആവേശമാണ്, അനുഗ്രഹമാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മൾ ഉചിതമായ തീരുമാനമെടുക്കുവാൻ വേണ്ട ബുദ്ധിയും ദൈവവും വിശുദ്ധിയെല്ലാം ദൈവം നമുക്ക് പിതാവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിതാവ് ഒത്തിരിയേറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇതിന് ഔദ്യോഗികരുടെ പേരിൽ മാത്രമാണ് പിതാവിൻ്റെ ഇടവകയാണ്. പിതാവിൻ്റെ പഴയ കൊച്ചച്ഛൻ ആയിട്ട് സേവനം ചെയ്യുന്ന സ്ഥലമാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടി പിതാവിന് ഞാൻ സേവനം ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന മാസത്തിലിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് മേൽവട്ടം അച്ഛനാണ്. അച്ഛനെ അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ സന്ദേശങ്ങളുടെ മാസ്റ്റർ സംഘടന ഡയറക്ടറായിരുന്നു. അച്ഛൻ നവോഹന ഡയറക്ടറായിരുന്നു. അങ്ങനെ ഈ മുഴുവൻ ദേവാലയങ്ങളിൽ ഇടവകളും പോയിട്ടുണ്ട്. അച്ഛന് ഇവിടെ രൂപതയുടെയും അങ്ങനെ ഒട്ടനവധി പ്രസ്ഥാനങ്ങളുടെ രൂപത ഡയറക്ടറായിട്ട് ജോലി ചെയ്തിട്ട് വളരെ ശാന്തനായിട്ട് നല്ല ചിരിയോടുകൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞങ്ങൾ അനുജന്മാരായിട്ടുള്ള വൈദ്യരുടെ പ്രത്യേക പരിഗണന കാണിക്കുന്ന വ്യക്തിയാണ്. അത് എത്രമാത്രം പരിഗണന കാണിക്കുന്നെന്ന് ചോദിച്ചാൽ ഇവിടെ നേതൃത്വം വരുന്ന സമയത്ത് അത് അദ്ദേഹം അച്ഛനെ വെച്ച് രണ്ട് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു. ജ്യേഷ്ഠ സഹോദരത്തിന്റെ സാഹോദര്യം എപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ നമ്മുടെ സിറോമലബാർ സഭയുടെ കാറ്റഗിസം ഡയറക്ടറായിട്ടും അതുപോലെ എറണാകുളം നവമാനയുടെ വൈസ് ചാൻസലറായിട്ടും സേവനം ചെയ്യുന്നു. അച്ഛന് ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സാധനത്തിന്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ട അച്ഛൻ ചെയ്യുന്ന സേവനങ്ങൾ മുന്നോട്ട് ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛന് കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ പിതാവിന്റെ സെക്രട്ടറി അച്ഛനാണ്. നമുക്ക് എത്രമാത്രം ആലോചിച്ച ഉത്തരവാദിത്തമാണ് അച്ഛൻ ചെയ്യുന്നത്. പിതാവിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു കൊടുക്കാനായിട്ട് നെടുപോലെ എപ്പോഴും അച്ഛനുണ്ട്.
പിതാവിന് വരുന്ന കാര്യമാണ് ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ അത് കൃത്യമായിട്ടാണ് അച്ഛൻ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. പൗരോഹിത്യത്തിന്റെ ശാസ്ത്രതയുടെ നല്ല ആഗ്രഹവുമായി പ്രിയപ്പെട്ട അച്ഛൻ ഈ സഭയ്ക്ക് ശുശ്രൂഷകളെ ഞങ്ങൾ വിലമണിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഒത്തിരി സ്നേഹത്തോട് സന്തോഷത്തോടുകൂടി അച്ഛൻ ഈ വേരാളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓസ്ട്രേലിയ സഭയുടെ ഇവിടുത്തെ വിദ്യാഭ്യാസം നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു പരിചയം തിരുവാതിരപ്രവർത്തനമൊക്കെ അച്ഛൻ നല്ല പ്രോഗ്രാം നമുക്ക് ആവശ്യമുള്ള കൂടി വരാനായിട്ട് ആ അച്ഛൻ്റെ പ്രോഗ്രാം കൊണ്ട് മാറ്റി സഭയെ അവസ്ഥയുള്ള അച്ഛന്മാരെയൊക്കെ ഇവിടുത്തെ ശുശ്രൂഷിക്കാനായിട്ട് പറഞ്ഞു വരാനുള്ള എപ്പോഴും കൃത്യമായി നമ്മളോട് പെരുമാറാനാണ്. ഈ എല്ലാവരും തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസത്തിലാണ്. പ്രിയപ്പെട്ട തോമസ് അച്ഛൻ പ്രത്യേക സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഒരുവരാണ്. നമ്മുടെ വീട്ടിൽ എന്ത് സത്യം നടന്നാലും പ്രധാനപ്പെട്ട ഒരു അച്ഛനുണ്ടായി എന്നതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. എപ്പോഴും അച്ഛൻ നമ്മുടെ ഈ ഇടവയിൽ ചെയ്ത സുന്ദരമായ സേവനങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. നമുക്കറിയാം ദേവാലയമായി ഉയർത്തപ്പെട്ടപ്പോൾ അച്ഛനാണ് ആശംസിച്ചാണ് ഇവിടെ ആദ്യത്തെ ആശംസിച്ചാണ്. പ്രിയപ്പെട്ട പ്രത്യേക സന്തോഷത്തോടുകൂടി അച്ഛൻ ഈ ഔദ്യോഗികതയിൽ മാത്രം നമ്മുടെ ഭാഗമാണ് അച്ഛൻ കൃത്യമായി സ്ഥാപിച്ചത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ഒരു ആഗ്രഹമാണ് എല്ലാ സിസ്റ്റേഴ്സിനെയും ഉപയോഗം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മുടെ അനുഗ്രഹമാണ് ഇവരുടെ പ്രസൻസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മക്കളെ നിങ്ങളെയും നമ്മുടെ പേരിൽ പ്രയോഗം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലുമായ മുഴുവൻ ദൈവജനത്തെയും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ്. വലിയ സന്തോഷത്തിലാണ് ഈ പറയാൻ നിങ്ങളുടെ ഹൃദയപൂർവ്വം വിശുദ്ധിയിലേക്കും അഭിനന്ദനാവിൻ്റെ സന്ദർശനമായി ബന്ധപ്പെട്ട മുഴുവൻ പരിപാടികളിലേക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവാഗ്രഹപൂർവമായ ഈ ദിവ്യബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ദൈവത്തോടുകൂടി അനുഗ്രഹിക്കട്ടെ. അഭിനന്ദനാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സഭയുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തുകയും നിത്യകിരീടമണിയിലേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ദിവരഹസ്യങ്ങൾ വിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായ അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുക. ഞങ്ങളുടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകും സകലത്തിലെയും നാഥനായ നീക്കും. Amen.
എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിങ്ങളുടെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യും. യഹൂദന്മാരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന കൽപ്പനകളൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2 or 3 അളവ് കൊടുക്കുമായിരുന്നു. പറഞ്ഞ വെള്ളം
അവർ നിർദ്ദേശിച്ചു. അവർ പ്രകാരം ചെയ്ത് കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരകർക്ക് അതറിയാമായിരുന്നു. അവൻ മണവാളനെ കുറിച്ച് ചോദിച്ച് എല്ലാവരും നേരത്തെ വീഞ്ഞൽ ആദ്യം വിളവുക, അതിഥികളുടെ ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നവരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗില്ലിക്കാനായി ശരിയാക്കിയത്. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ആർക്കിയെപ്പിസ്കോപ്പൽ പള്ളിയുടെയും വികാരിയായിട്ടുള്ള വളരെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഷാജിയച്ച, സ്നേഹമുള്ള സഹോദര വൈദികരെ, പ്രതിസന്നിഹിതരായിരിക്കുന്ന പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, വാത്സല്യമുള്ള സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, ഞാൻ ഏറ്റവും വാത്സല്യമുള്ള ഏറ്റവും പ്രിയപ്പെട്ട പൊന്നു മകളെ, കുട്ടികൾക്കൊക്കെ സുഖമാണ്. ഈ തലയിൽ കിരീടം വെച്ച് കുട്ടികളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ അച്ഛനാണുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് പറഞ്ഞപ്പോൾ ചിലരൊന്ന് നോക്കി ചിന്തിക്കുന്നു, മക്കളെ സഭയ്ക്ക് ധാരാളം വൈദികരൊക്കെ വേണം, സന്യസ്ത്രീയൊക്കെ വേണം. പെൺകുട്ടികളോടുകൂടി ഞാൻ പറയുന്നു. അതുകൊണ്ട് എല്ലാവരും സെമിനാരിലും നടത്തണം, ചേർന്നുണ്ടായിട്ട്. പക്ഷെ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോകണല്ലേ. സിസ്റ്റേഴ്സിന് പ്രതീക്ഷയുണ്ട്. ഞാനത് പറഞ്ഞപ്പോൾ പെൺകുട്ടികളൊക്കെ എന്നെ നോക്കി കൊണ്ട് നിങ്ങളുടെ ഈ ഫൊറോന പള്ളിയിൽ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ പള്ളിയായി ഉയർത്തപ്പെട്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പേരാവൂർ വരികയാണ്. മലബാർ കുടിയേറ്റത്തിൻ്റെ ഒരു തലസ്ഥാന പ്രദേശമാണ് പേരാവൂർ. ഞാനിങ്ങനെ മലബാറിലേക്ക് കുടിയേറിയ സുറവർഗ മക്കൾക്ക് വേണ്ടി ഒരു രൂപത സ്ഥാപിക്കണമെന്നതിനെ കുറിച്ചുള്ള ചില സുപ്രധാനപ്പെട്ട ആലോചന യോഗങ്ങളൊക്കെ നടന്നത് കല്യോടും പേരാവൂരൊക്കെയാണെന്ന് ഞാനിങ്ങനെ ചിലരുന്ന് കേൾക്കാൻ അറിയാനൊക്കെ ഇടയായി. ഒരുപാട് സന്തോഷമുള്ളത് പേരാവൂരിലെ ആർയോസ് പിതാവിൻ്റെ നാമത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ പള്ളിയിലെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് എനിക്ക് വരാനായിട്ട് കഴിയുന്നതിൽ അച്ഛനെ എന്നെ അവിടെ നിന്ന് വോട്ട് സ്വീകരിക്കണമെന്നായിരുന്നു ആഗ്രഹം കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇതിലോടോ പറഞ്ഞില്ല. പക്ഷെ മഴയുടെ പ്രാതുകൂല്യം യുദ്ധം അച്ഛൻ വന്നപ്പോൾ എൻ്റെ ആലിയുടെ പാതി ചെടിയിൽ വന്നിട്ട് അവിടെ മഴയായതുകൊണ്ടാണ് ഞങ്ങൾ നമുക്കിപ്പോൾ പോകാൻ അവിടെ മഴ പിടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. നിങ്ങളുടെ ഈ വൈകാരികമായിട്ടുള്ള അടുപ്പവും നിങ്ങൾ കാണിക്കുന്ന ഈ ആദരവും ഇഷ്ടമൊക്കെയാണ് സഭയുടെ ഏറ്റവും വലിയ കരുത്ത്, സഭയുടെ ഏറ്റവും വലിയ കരുതലാണ്. ഈ നല്ല ദിവസം ഈ പരിശുദ്ധ കുർബാനയിൽ എന്നോടൊന്ന് പങ്കെടുക്കാൻ നിങ്ങൾ വന്ന് ഇവിടെ ഒന്നിച്ചു കൂടിയതിൽ നിങ്ങളോടുള്ള എൻ്റെ വലിയ സ്നേഹവും ഇഷ്ടമൊക്കെ ഞാനിവിടെ പരസ്യമായിട്ട് ഏറ്റുപറയുകയാണ്. നിങ്ങളുടെ കാരണവന്മാരെ മീനിശേഷിക്കുന്ന മലബാറിൽ കുടിയേറിയപ്പോൾ അവർ നടത്തിയ ഒരു പോരാട്ടമാണ് മണ്ണ് തേടിയുള്ള പോരാട്ടം.
ജീവിത മാർഗത്തിലുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടത്തില് മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഏറെ ആദരവോടുകൂടി ഞാൻ അവരുടെ പാദത്തൊക്കെ നന്ദിച്ചു. ദൈവമേ, അവരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സ്വർഗത്തിന്റെ വലത് ഭാഗത്ത് അവർ ചേർത്ത് വെക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുർബാനയിലേക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നിങ്ങളുടെ കാരണവന്മാരാണ്. ആ കാരണവന്മാർക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവത്താൽ യോഗ്യനായ സെബാസ്റ്റ്യൻ വള്ളൂർപ്പള്ളി പിതാവിന് ശേഷം ഡോക്ടർ വലിയമന്റെ പിതാവ് അഭിനന്ദനായിട്ടുള്ള ജോസഫ് അംലാനി പിതാവ്. ദൈവം നിങ്ങളെല്ലാ നിയോഗങ്ങളിലും തൻ്റെ കയ്യും ചാർത്തണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ഞാൻ ഈ വഴി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് നിങ്ങൾക്കറിയാവുന്നതുപോലെ 2013 മാർച്ച് മാസം 19-ാം തീയതിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പത്രക്കാർ കഴിഞ്ഞു വെച്ച ഫോട്ടോകളിൽ ഇല്ലാത്ത ഒരാളാണ് തെരഞ്ഞെടുക്കപ്പെട്ട ബൊണസ് ഐറസിലെ ബർഗോളി. പത്രക്കാരെ വിവരണം കൂടി ആളെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ തുടങ്ങി. മാർപ്പാപ്പയോട് പത്രക്കാർ ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ്, സംഖ്യാശാസ്ത്രം അനുസരിച്ചിട്ട് 13 ഭാഗ്യജാത നമ്പർ പരിശുദ്ധ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 2013-ലാണ്. അന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസം മാർച്ച് 13-ആണ്. ഭാഗ്യക്കേടാണ് പിതാവ് നേരെ വന്നതിനായിട്ട് പറഞ്ഞൊരു മറുപടി ഇല്ല. മോഹനമായിട്ട് നമ്മൾ പിതാവ് എനിക്കൊരു പേടിയില്ല, ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന മാർച്ച് 19-ാം തീയതിയാണ്. മാർച്ച് 19-ാം തീയതി മാറിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസമാണ് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ സിംഹാസനത്തിൽ വന്ന ശേഷം അദ്ദേഹം ബോണസ് ഐറസിലേക്ക്, അദ്ദേഹത്തിന്റെ സ്വന്തം രൂപതയിലേക്ക് ഉടനെ തന്നെ ഒരു യാത്ര നടത്തി. ആ യാത്ര എന്തിനാണെന്ന് അറിയാമോ? മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ മുറിയിലെ മാർപ്പാപ്പ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു തിരുസ്വരൂപം മുഴുവനാണ്. അന്ന് തുടങ്ങിയാണ് നമ്മൾ ആ രൂപം പരിചയപ്പെടുന്നത്. ഉറങ്ങിക്കിടക്കുന്ന മാറിയോസ് പിതാവിന്റെ രൂപം വളരെ ആ രൂപം പരിശുദ്ധ പിതാവിന്റെ സ്വകാര്യ പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിച്ച രൂപമാണ്. മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത് സ്ലീപ്പിംഗ് ജോസഫ്, but he is a dreaming Joseph. അത് ഉറങ്ങുന്ന യോസേഫല്ല, സ്വപ്നം കാണുന്ന യോസേഫാണ്. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഈ മണ്ണിലേക്ക് കാട്ടുമൃഗങ്ങളോടും മലമ്പനികളോടും പോരാടാൻ നാടുവിട്ടപ്പെടുന്നത് അവരെ സ്വപ്നം യാഥാർത്ഥ്യമായതാണെന്ന് പേരാവുകയും ആ സ്വപ്നം യാഥാർത്ഥ്യമായതാണെന്നത് തലശ്ശേരിയിലുള്ളത്, ഇന്നത്തെ താമരശ്ശേരിയിലുള്ളത്, ഇന്നത്തെ മാനന്തവാടിയിലുള്ളത്, ഇന്നത്തെ ഭദ്രാവതി മാണ്ടിയൊക്കെ സ്വപ്നങ്ങൾ നമ്മുടെ കാർമ്മന്മാരുടെ ഓർമ്മ തീർന്ന ഈ പേരാവൂരിൽ നിങ്ങളോട് ഈ ബലിയർപ്പിക്കാൻ ദൈവം ഞാൻ അനുവദിക്കുന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ തൊഴിലാളികളോടുകൂടെ ഞാൻ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കുകയാണ്. യോസേഫ് പിതാവ് സഭയുടെ പാലകൻ. യോസേഫ് പിതാവ് സഭയ്ക്ക് എന്നും സംരക്ഷണം നൽകുന്നതാണ്. യോസേഫ് പിതാവ് സഭയുടെ പാലകനാകുന്നത് കൊണ്ട് തന്നെയാണ് യോസേഫ് പിതാവിന്റെ തിരുനാളുകൾ നമ്മൾ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നത്.
മാർച്ച് 19 ഔദ്യോഗിക തിരുനാൾ മരണത്തിരുന്നാളാണ്. പക്ഷെ ആ മരണത്തിരുന്നാളില് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബങ്ങൾ പോരാടി യൗസേപ്പ് പിതാവിനെ പോലെ കടന്നു പോകാനുള്ളവരാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നമ്മുടെ കാരണന്മാരോടൊക്കെ അവരോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ നടത്തുന്ന പോരാട്ടം യൗസേപ്പ് പിതാവിന്റെ പോരാട്ടത്തിന്റെ തുടർച്ചയാണ്. നിങ്ങളുടെ കഠിനമായ പ്രയത്നങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടാക്കിയ പുരോഗതി, ആ പുരോഗതിയുടെ ഓർമ്മ നിങ്ങളുടെ കാരണവന്മാരുടെ മനസ്സിൽ തിരിശേഷിക്ക് പോലെ സൂക്ഷിച്ചത് കൊണ്ടാണ് ഈ പേരാവൂരിൽ പള്ളികളുടെ അത് യൗസേപ്പ് പിതാവിന്റെ നാമത്തില് അവരെ സ്ഥാപിക്കാൻ കാരണമാണ്. അവരുടെ കഷ്ടപ്പാടുകളിൽ, അവരുടെ കണ്ണുനീരിലും, അവരുടെ വേദനാദികളിലും, അവരുടെ ആദികളിലും വ്യാധികളിലും ഒക്കെ അവർക്ക് കരപ്പെടുന്ന കരുത്തു പകർന്ന ഒരു പുണ്യപിതാവിന്റെ ഓർമ്മ, യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ ഈ പള്ളിക്കകത്ത് മുഴുവനുണ്ട്. യൗസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യത്തിനാണ് ഞങ്ങൾക്കറിയാം. എന്തുമാത്രം ഈ നാട്ടിലെ കാരണവന്മാർ പണിയെടുത്തിട്ടുണ്ട്. ഇന്ന് കാർഷിക വൃത്തിക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത ഒരു തലതിരിഞ്ഞ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കാർഷിക വൃത്തി ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു വലിയ വിലയാണെന്ന് തിരിച്ചറിഞ്ഞൊരു കാരണവന്മാർ. ദൈവം ആദാമിനോട് പറഞ്ഞു, ഈ ഭൂമിയെ കീഴടക്കുക. ഈ ഭൂമിയെ കീഴടക്കിയ കർത്താവിന്റെ കൽപ്പന കാത്തുപാലിച്ച കാരണവന്മാരുടെ ഒരു പിൻതലമുറക്കാരാണ് ഇന്ന് നിങ്ങളെല്ലാവരും പിടിയിരിക്കുന്നത്. നീ കഠിനമായിട്ട് ഒരാളെ പറ്റിക്കരുത്, ഒരാളെ ചൂഷണം ചെയ്യരുത്. ഞാനിങ്ങനെ ശിവരും നിങ്ങൾ നോക്കുന്നത് നിങ്ങളിങ്ങനെ കാർഷിക വൃത്തിയിലൊന്നും പോകില്ല. നിങ്ങൾ കച്ചവടക്കാരാണ്, അതിൽ മാത്രമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങളിൽ പരമാവധി എത്ര കുറച്ച് വില കൊടുക്കാൻ പറ്റുമോ എന്ന് തന്ത്രപൂർവ്വം തപ്പുന്നവരുണ്ട്. കർഷകർ ഇന്ന് കാർഷിക വൃത്തിക്ക് അഭിവൃദ്ധിക്ക് യാതൊരു സാധ്യതയില്ലാത്ത വിധത്തില് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് ജീവിക്കുന്നത്. ഇവിടെയാണ് ഈ പേരാവൂരിന്റെ അടിമണ്ണിലൂടെ കടന്നു പോകുന്ന ഒരു കഷ്ടപ്പാടിന്റെ ചരിത്രമുണ്ട്. നിങ്ങളുടെ കാരണവന്മാര് ഈ നാട് പടുത്തുയർത്താൻ നടത്തിയ പോരാട്ടം, ആ പോരാട്ടം നിങ്ങൾ മറക്കും. അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിയിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന ഒരു കാലം വരും. ഇന്ന് എല്ലാ പിള്ളേർക്കും പോകാൻ ഇഷ്ടമുള്ളത് ഔട്ട് ഓഫ് ഇന്ത്യ. നമുക്ക് UK-യിൽ രൂപയുണ്ട്, കാനഡയിൽ രൂപയുണ്ട്, ഓസ്ട്രേലിയയിൽ രൂപയുണ്ട്. പുറത്തുണ്ടാക്കുന്നവർക്ക് പലപ്പോഴും ഫീൽഡിൽ പറയുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പിള്ളേര് നിങ്ങൾ കടല് കടത്തി അങ്ങോട്ട് വിടുന്നത് എന്തിനാണ്? ഇവിടെ സാധ്യതകൾ ഇനിയും അവസാനിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് യൗസേപ്പ് പിതാവിന്റെ കഠിനാധ്വാനത്തിന്റെ ഓർമ്മ കൊടുക്കുകയും പള്ളിയിൽ നിങ്ങൾ ചിന്തിക്കണം. കാർഷിക വൃത്തിക്ക് ഇനി ഒരു സ്റ്റാറ്റസ് ഇല്ല എന്ന് കരുതുന്ന വിധത്തില് കാർഷിക വൃത്തിയിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള നമ്മുടെ ഒരു പ്രവണത, അതൊരു വലിയ കർത്താവിന്റെ കൽപ്പനയോട് നമ്മൾ കാണിക്കുന്ന ഒരു പ്രതികാരം പോലെ എനിക്ക് തോന്നുന്നു. കർഷകരുടെ നാട്ടിൽ ഒരിക്കലും പറയാനായിട്ട് മുതുമുതി പണിയെടുത്താൽ നേരെ നിന്നുകൊണ്ട് അവൻ സംസാരിക്കും. കാരണം ആരെയും പറ്റിച്ചതല്ല അവൻ സമ്പാദിക്കും, ആരെയും വെട്ടിപ്പിടിച്ചതല്ല.
മണ്ണിനോട് മണ്ണിട്ട നിങ്ങളുടെ കരങ്ങളുടെ തൈകൊണ്ടല്ലോ അത് യൗസേപ്പിതാവ് തിരിച്ചേറ്റിപ്പിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് യൗസേപ്പിതാവിന്റെ പേര് കൊടുക്കണമെന്ന് നിങ്ങളുടെ കാരണവന്മാർക്ക് വലിയ ആഗ്രഹമുണ്ടായി. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണ നാൾ ഇന്ന് കൊണ്ടാടുകയാണ്. 12-ാം ദിവസം മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഒരു വിശ്വാസ സത്യമാണ് പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ. ദേവസ് എന്ന 12-ാം ദിവസം മാർപ്പാപ്പയുടെ വലിയ തിരുവെഴുത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയം ഈ ലോകവാസത്തിന് ശേഷം ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് സഭ പഠിപ്പിക്കുന്നു, പാരമ്പര്യമായിട്ട് വിശ്വസിച്ചു. അതൊരു വിശ്വാസ സത്യമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു. പരിശുദ്ധ പിതാവിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ ഓർമ്മ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണത്തിന്റെ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം എനിക്ക് വളരെ അർത്ഥവത്തായിരുന്നു. ഞാനായത് കല്യാണത്തിന്റെ സുവിശേഷ ഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ മനോഹരമായി കൊണ്ടു തുടങ്ങി 11 വരെയുള്ള വാചകങ്ങൾ. അവിടെ ഈ സുവിശേഷം ആരംഭിക്കുന്നിടത്ത് ഒരു പ്രത്യേക പ്രയോഗം എന്നെ വളരെ കൗതുകം നൽകിയ ഒരു പ്രയോഗമുണ്ട്. മൂന്നാം ദിവസം കാനായിലെ ഒരു വിവാഹം നടന്നു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിന്റെ തുടർച്ചയാണ് 3-ാം ദിവസം? 3 ദിവസങ്ങൾക്ക് ശേഷം 3-ാം ദിവസം ഞാനൊരു കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 3-ാം ദിവസം എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ 3-ാം ദിവസം എന്ന പ്രയോഗത്തിന്റെ കുടുംബജീവിതവുമായിട്ടുള്ള ബന്ധം, അതിന്റെ കുടുംബജീവിതവുമായിട്ടുള്ള അടുപ്പം, നിങ്ങളുടെ കുടുംബജീവിതത്തിലൊക്കെ തന്നെ പെസഹായെന്ന 3 ദിവസങ്ങളുണ്ട്. ഒരു പെസഹ വ്യാഴാഴ്ച കൊടുക്കപ്പെട്ട രാത്രി, ഒരു ദുഃഖവെള്ളിയാഴ്ചയുണ്ട്, അതിന്റെ അവസാനം ഒരു ഉയർപ്പ് ഞായറുണ്ട്. കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. 3-ാം ദിവസം കാനായിലെ വിവാഹം നടന്നു എന്ന് പറയുമ്പോൾ അത് കാനായിലെ കല്യാണത്തിന് മാത്രം സംബന്ധിക്കുന്ന ഒരു പരാമർശനമല്ല. കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും കുടുംബജീവിതത്തിൽ കാര്യവയ്ക്കാൻ ഒരുങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട യുവജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ആ സത്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ പിറകിലെ ഒരു പീഡാനുഭവത്തിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന്റെ പൂർണ്ണതയിലാണ് ഉത്ഥാനത്തിന്റെ രഹസ്യം നിങ്ങൾ ആഘോഷിക്കുന്നത്. ഒരുപക്ഷെ ഔസേപ്പിതാവിന്റെ നാമത്തിലുള്ള ഈ പള്ളി നിങ്ങളുടെ കാരണവന്മാരെ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താനായിട്ട് സ്ഥാപിച്ച ഒരു വലിയ പള്ളിയാണ്. കാനായിലെ കല്യാണത്തിന്റെ കഥ നമുക്കൊരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. ആ ഡി അഡിക്ഷൻ സെന്ററിൽ കുർബാനയെല്ലാം ഞാൻ എല്ലാ പ്രാവശ്യവും പോകാറുണ്ട്. ഒരു 50ഓളം പേരുണ്ട്. അതിൽ 10ഓളം ക്രിസ്ത്യാനികളാണ്, പിന്നെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങൾ വളരെ കുറച്ച് വരാറുള്ളൂ. 50 പേര് കൂടി എടുക്കാൻ കൗൺസിലിനൊക്കെ കൊടുക്കുന്നു. ഞാൻ ഈ കുടിയന്മാരോട് സ്നേഹമായിട്ട് ചോദിക്കാറുണ്ട്, ഇന്ന് സുവിശേഷം കുർബാനയിൽ ഏതാവായിട്ടുണ്ട്. ഇന്ന് വരെ ഒരു ചേട്ടന്മാർ മറിച്ചു പറഞ്ഞിട്ടില്ല. വേദാനായിട്ട് കല്യാണം ഞങ്ങളുടെ പ്രശ്നം അത് കൂടെ അറിയുന്ന ഒരാള് കാനായിലെ കല്യാണത്തിൽ പറഞ്ഞു. 3-ാം ദിവസം കാനായിലെ വിവാഹത്തിൽ നടന്നു. അവിടെ വെള്ളം ആഗ്രഹമുണ്ട്. ഈ വെള്ളം എന്ന വാക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന അർത്ഥമല്ല. വെള്ളം എന്ന വാക്കിനെ അവിടെയുള്ള ബൈബിൾ കണ്ണുനീര്
വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതമാണ് കുടുംബജീവിതം. കണ്ണുനീരിനെ വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതം. എല്ലാവരും മനുഷ്യരോട്, നിങ്ങളുടെ കാരണവന്മാരെ, ഈ കണ്ണുനീരിനെ വീഞ്ഞാക്കി അത്ഭുതം ചെയ്ത കാരണവന്മാർ കണ്ണുനീര് കൊണ്ട് പടുത്തുയർത്തി സാമ്രാജ്യത്തിന്റെ നടുവിലെ ഉടമസ്ഥരും അവകാശങ്ങളുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അവർ വന്നപ്പോഴുണ്ടായ ഒരു കാലഘട്ടം ഞാൻ ഇഷ്ടപ്പെട്ടത് ചിന്തിക്കാൻ എത്ര ഭയാനകമായിരിക്കണം, എത്ര ഭീമത്സരമായിരിക്കണം, അത് എത്ര സംഘർഷകരമായിരിക്കണം. അത് അവരെ മണ്ണ് തേടി ജീവിത മാർഗത്തിലേക്ക് വന്നപ്പോഴും അവർ കടന്നുപോയ സംഘർഷങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെ കാനായിലെ കല്യാണത്തിന് ഓർമ്മയാണ്. 3-ാം ദിവസം അവരുടെ കണ്ണുനീര് അത്ഭുതകരമായിട്ട് ദൈവം പരിവർത്തനം ചെയ്തതാണ് ഇന്നത്തെ പുരോഗതിയും ഇന്നത്തെ നമ്മുടെ വലിയ വളർച്ചയും. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം കണ്ണുനീരില്ലാത്ത സമൂഹം ഒരിക്കലും വിജയിക്കില്ല. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്ത പറയട്ടെ, എന്നൊക്കെയാണോ നമുക്ക് 4 കാശിന് വകുപ്പ് വന്നത്, എന്നൊക്കെയാണോ നമുക്ക് മറ്റുള്ളവരുടെ കൈ കിട്ടാതെ കൈക്കോട്ട് പിടിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രലോഭനം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ബാബയെ കൂടുതൽ മണിയനാണ്. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ കർഷകരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ ചിന്തിക്കപ്പെടുന്നു. കർഷകന്റെ കഷ്ടപ്പാടുകൾ വില കിട്ടാത്തത് കൊണ്ടുള്ള പ്രതിസന്ധി മാത്രമല്ല, കർഷകൻ കഠിനമായി അധ്വാനിക്കുന്ന പണം അവന്റെ കയ്യിൽ സുരക്ഷിതമല്ലാത്ത വിധത്തിൽ ചിലവഴിക്കുന്ന നമ്മുടെ തലതിരിഞ്ഞ പ്രവണത, ആ പ്രവണതയെ നമ്മൾ തിരുത്തണം. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്നാണ്. കണ്ണുനീരിനെ വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതം നടന്ന വിവാഹ വിരുന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ മക്കളെ, ഒരു വിവാഹത്തിന് സദ്യ വളർത്തിയിട്ട് ഇടയ്ക്ക് വെച്ച് തീർന്നു പോകുക, വിളിച്ചവരിങ്ങനെ ക്യൂ നിൽക്കുക, പാത്രം പിടിച്ചിട്ട് നിങ്ങൾ നാട്ടിൽ സംസ്കാരം കുറിച്ചോളൂ. അതുപോലെ സംഘർഷപരമായിട്ടുള്ള ഒരു നിമിഷം. ഈ പ്രതിസന്ധികളൊന്നും തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നിന്റെ അവസാനം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചക്രവാളം എന്താണെന്ന് അറിയാമോ? നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നാണ് മധുരവീഞ്ഞുണ്ടാക്കുന്നത്. നമ്മുടെ കണ്ണുനീർ എവിടെ വീഴുന്നുണ്ടോ, നമ്മുടെ വിയർപ്പ് എന്നാണ് ഈ നിലത്ത് വീഴുന്നത്, അന്നൊക്കെ ദൈവം നമ്മുടെ കഷ്ടപ്പാടുകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്താനോട് പറയുകയാണ്, ഞാനും നിങ്ങളൊക്കെ രാഷ്ട്രത്തെ പടുത്തുയർന്ന പ്രക്രിയയിലെ കരകോക്കേണ്ടതാണ്. ഞാനും നിങ്ങളും രാഷ്ട്രത്തെ പടുത്തുയർത്തുന്ന പ്രക്രിയയിൽ സമയം പടുത്തുയർത്താൻ നമ്മൾ എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തെ പടുത്തുയർത്താൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു രാഷ്ട്രീയ അവബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി ഇനി ഒരാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ദുർബലമായി പോയി. ഞാൻ കക്ഷികളെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നിച്ചു നിന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലുപ്പം ഉണ്ടായിരുന്നു, നമ്മളെ നേടിയെടുത്ത ഒരു വലിയ ആകാശം ഉണ്ടായിരുന്നു. ഇന്ന് ആർക്കും വേണ്ടാത്ത കുറെ കുഞ്ഞു കഷ്ടങ്ങളായിട്ട് അതെല്ലാം പിരിഞ്ഞുപോയി. ഇന്ന് നമുക്ക് ഒരിടത്തും നിലനിൽപ്പില്ലാത്ത വിധത്തില് നമ്മുടെ കർഷകർ പരിഹരിക്കപ്പെടാത്ത കാരണം നമ്മുടെ ജനങ്ങള് ഗവൺമെന്റ് സർവീസിൽ കയറാത്തതിന്റെ കാരണമൊക്കെ നിങ്ങൾ അന്വേഷിച്ചു ചെന്നാലേ നമുക്ക് വഴി തരാനും കരം തരാനും ആരും തന്നെ ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്ത വിധത്തിൽ
നമ്മൾ ചെറുതായി ഇരുപക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു തൃശ്ശൂർക്കാരൻ അച്ഛനെ കുറിച്ച് ഓർമ്മയുണ്ട്. എൻ്റെ പേര് പറയുന്നതിന് നിങ്ങൾ വിളിച്ചു പറയും ജോസഫ് വടക്കണിച്ച് കുടിയിറക്കുന്ന കാലഘട്ടത്തിൽ പോരാടിയ ഒരു രക്തസാക്ഷിയാണ് അദ്ദേഹം കുടിയിറക്കപ്പെട്ടവരെ കുടിയിറക്കിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവ് അയച്ചൊരു പ്രവാചകനാണ്. നമുക്ക് ഇന്ന് അത്തരത്തിലുള്ള നേതാക്കളില്ലാതെ പോകുന്നത് നമ്മുടെ പരാജയത്തിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ പരാജയത്തിന്റെ ഒരു കാരണം നമ്മൾ ഒരുത്തൻ മറ്റൊരുത്തന്റെ കാല് വലിച്ച് അവർ താഴെ ഇട്ടാൽ നമുക്ക് സന്തോഷമാണ്. ഒരാളും കയറി പോകാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ തന്നെ പരസ്പരം പ്രതിരോധിച്ചു പകരം വീട്ടിയൊക്കെ നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ പേരാവൂർ പള്ളിയിൽ ഇന്ന് പരിശുദ്ധ സ്വർഗാരോഹണത്തിൻ്റെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഓർമ്മ കൊടുക്കുന്ന ഈ ദിവസത്തിൽ ഞാൻ ഇങ്ങോട്ട് പറയും, ഒന്നിച്ചു നിൽക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക. ഒന്നിച്ചു നിന്നാലേ ഒറ്റക്കെട്ടായി നിന്നാലേ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഒന്നിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാവരും കൂടെ തോൽപ്പിക്കും. കുഞ്ഞിനെ മാഷിനെ കുറിച്ച് നിന്ന് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. തൃശ്ശൂർക്കാരനാണ്. കുഞ്ഞു കവിതകൾ എഴുതുന്ന കുഞ്ഞിനെ മാഷ് തൃശ്ശൂരിലെ കത്തോലിക്കരെ കുറിച്ച് മാഷ് തന്നെ പറഞ്ഞിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. തൃശ്ശൂർക്കാരെ കുറിച്ച് ഞാൻ പറയും എഴുതിയ കവിതയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അടുത്ത് അല്പം ദോഷമായിട്ടുള്ള ആകർഷണമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളെ മാത്രം ബാധിച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധമില്ലാന്ന് കേട്ടിട്ടാണ്. അദ്ദേഹം പാടുന്നൊരു പാട്ടുണ്ട്, നോക്കി പാടുന്നൊരു പാട്ട് 4 വരെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നെന്ന് എഴുതാൻ ചെയ്യേണ്ടതും ചെയ്യേണ്ട വല്ലതും ചെറിയൊരു കുടിയൊരു നഗരമാണ്. ഒന്നായാൽ നന്നായി, നന്നായാൽ നന്നായി. ഒന്നെന്നെഴുതാൻ ചെയ്യേണ്ട ഇടതൊട്ട് ചെയ്യേണ്ട വലതൊട്ട് ചെറിയൊരു കുടിയൊരു നഗരമാണ്. ഇന്ന് നമ്മുടെ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് അറിയുമോ? ഒന്നെന്നെഴുതാൻ നമുക്കറിയില്ല. നമുക്ക് ഒന്നിച്ചു നൽകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കണ്ണുനീരിനെ വീഞ്ഞാക്കി മാറ്റിയ സുവിശേഷമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അധ്വാനം കൊണ്ട് നസ്രത്തിലെ കുടുംബത്തെ പരിപാലിച്ച് പരിപോഷിച്ച ഔഷധിക്കാരുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നിങ്ങളും ഞാനും പ്രാർത്ഥിക്കണം. നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കാൻ, കണ്ണുനീര് കൊണ്ട് മധുരമീനുണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ. 3-ാം ദിവസത്തിൻ്റെ സംഘർഷങ്ങൾ അവസാനിക്കും മുക്കാലത്തിലാണ് തിരിച്ചറിവില് പ്രത്യാശാപരമായി ജീവിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ രാഷ്ട്രത്തെ ഓർക്കുക, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ അഖണ്ഡതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയെയും നിങ്ങൾ ഓർമ്മിക്കണം. സിറോ മലബാർ സഭ 50 ലക്ഷം ജനങ്ങളുള്ള 35 രൂപതകളുള്ള വലിയൊരു രൂപതയാണ്. 13 രൂപതകൾ കേരളത്തിലാണ്, 18 രൂപതകൾ ഇന്ത്യക്ക് മുഴുവനകത്താണ്, 4 രൂപതകൾ 4 ഭൂഖണ്ഡങ്ങളിലാണ്, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും യുകെയിലൊക്കെ. നമ്മുടെ സഭ ഒന്നിച്ചു നിൽക്കാൻ ഈ നല്ല ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിൻ്റെ അടിയൊഴുക്കുകളും ചേരിതിരിവുകളൊന്നുമില്ലാതെ ഒന്നിച്ചു മുന്നോട്ട് പോകാൻ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട് എല്ലാ കൊല്ലവും ഈ രൂപതകളിൽ ഓരോ പ്രാവശ്യത്തിലും 1-2 ദിവസമൊക്കെ പോകണമെന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യത്തിൽ ഒരു പേരാവൂർ പ്രശ്നം വന്നില്ലായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു കണക്ടിവിറ്റിയിലൂടെ, അങ്ങനെയുള്ള ഒരു കൂട്ടിപ്പിടുത്തത്തിലൂടെ നമുക്ക് കുറേ കൂടി കൂട്ടായ്മയും കൂട്ടുത്തരവാദിത്വം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മംഗളദിനത്തിന് സർവമംഗളവും
പരിശുദ്ധ സുഖാരവളത്തിനാളിൽ സർവ്വ ഐശ്വര്യങ്ങളും മാറിയുടെ ഓർമ്മ കൊണ്ടാടുന്ന ഈ ദേവാലയത്തിൽ നിങ്ങൾക്ക് ഔഷധികാരുടെ പ്രത്യേക പിന്തുണയും പിൻബലവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അബ്രാന്റെ മുന്നിലെ കരങ്ങൾ കൂട്ടി മുട്ടുകൾ മടക്കി ആരംഭിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
സർവശക്തനായ ദൈവം തന്റെ സ്തുതികളാൽ ആലപിക്കുവാൻ നിങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേൽജാതിപുരുഷന്മാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. വിശ്വാസപ്രഭ്യാൻ ഈ പിടി നമ്മുടെ സഹായത്തിനും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരങ്ങളെ കുർബാന എന്റെ കരങ്ങൾ പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശുശ്രൂഷകരാകുവാൻ ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനത്തിന് സ്നേഹത്തോടും വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കിയോട് ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും കൊടുത്തത് കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപ്പെടുന്നത് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭജനമായ രഹസ്യങ്ങൾ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാനസ്ഥ വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയുടെ കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ശിവാകരാധി
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വത്തിന്റെ രാജ്യമായ നാമം എല്ലാവരിൽ നിന്ന് സ്തുതിയും എല്ലാ നാമവും എല്ലാ ലോകത്തെ മുതലുള്ള സകലത്തെ നിങ്ങളോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ രൂപികളുമായ ക്രൗന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. നിങ്ങളോട് കൽപ്പിച്ചതുപോലെ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടു ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നമ്മൾ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീകതയിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മറ്റു സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചുപോൽ ഞങ്ങൾ സമുദ്ധരിക്കുകയും മുതലായി ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളാണ് ഞങ്ങൾ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയത്തിലെയും ആരാധനയെ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവും
പുരോഹിതന്മാർ സമർപ്പിതമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികളവർക്കും വിശുദ്ധ സഭാ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി പ്രാർത്ഥിച്ച് നീതിമാന്മാരും വിശുദ്ധരുമല്ല പിതാക്കന്മാർക്ക് കർത്താവേ കുർബാനയെ സ്വീകരിക്കണമേ. ലക്ഷിതരും ദുഃഖിതരും ദരിദ്രരും വിതരും രോഗികളുമാരുമായി എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞുപോയെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തിൽ പ്രത്യാശകളും കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനും യോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലം ശരീരങ്ങൾ അർപ്പിക്കുന്നു. യോഗയാചനത്തിലെ മാതാവായ അങ്ങനെ തിരുസന്നതയിൽ സൗകര്യം കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധന്മാരും പിതാക്കന്മാരുടെയും പാപനസ്മരണങ്ങളുടെ വലിയ സമൂഹമായിട്ടുള്ള സംജാതമാക്കണമേ. ജീവിതകാലം ഞങ്ങളുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും ഞങ്ങളുടെ പ്രിയപുത്രനായ ഈശോശായച്ചുവെന്നും ഉപവാസമില്ലാതെ അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ ശിവാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപണ്ഡിതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ക്രിസ്തുമാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിസരത്തോദിക്കാസന സന്താനങ്ങളുടെ എല്ലാവർക്കും വേണ്ടിയുള്ള നന്മയും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചതെല്ലാം മനുഷ്യൻ അറിയട്ടെ. എളിയവരും വല്ലവരുടെ സ്ഥിരമായ ദാസകരം നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങനെ നാമത്തിൽ ഒരുമിച്ച് കൊടുക്കുമ്പോൾ തിരുസന്നതയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥനുമായി ശോഭിക്കായുടെയും പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും മഹനീയവും ഭയഭക്തനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെയും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കുർബാനയുടെ നാമത്തെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപനമോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാവും രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിചിന്തനങ്ങളുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ യോഗ്യരാകുന്നു, യോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, തിരുനാമത്തിന്റെ സ്തുതിയും നാമനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറഞ്ഞത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത്